ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു കോളേജ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പോകുന്നത്. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് മീൻസ് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫേസിൽ കുറച്ച് മിനുക്ക് പണികൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതൊരു എൻ്റെ പേഴ്സണൽ, എൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ ഫേസൊക്കെ ആദ്യമേ വാഷ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് ഇത്. ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി മോയ്സ്ചറൈസർ, ഓയിൽ ഫ്രീ. എൻ്റെ ആദ്യമേ ഞാൻ പറയാം, എൻ്റെ ഒരു ആക്നി പ്രോൺ സ്കിന്നാണ് വിത്ത് ഓയിലി സ്കിൻ. അതുകൊണ്ട് ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ ആദ്യത്തെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് മറ്റേ ആ പോൺസിൻ്റെ ലൈറ്റ് ജെല്ലില്ലേ, അതായിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര ഗ്രീസി ആയിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറിലോട്ട് മാറിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമാണ്. ഈ മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫേസ് വാഷ് സാലിസിലിക് ആസിഡ് കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആണ്. ഓയിലി സ്കിൻ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഡ്രൈ ആയതുകൊണ്ട്, മീൻസ് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഡ്രൈ ആവണം. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ. നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രൊഡക്ട്സാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി ലിപ് ബാം. ഇത് ദേഗയുടെ ലിപ് ബാമാണ്. നല്ലതാണ്, നല്ലൊരു ബീട്രൂട്ട് ലിപ് ബാമാണ്. നാച്ചുറൽ, നല്ലൊരു ടിൻറ്റും തരും. ഭയങ്കര ഇഷ്ടമാണത്. പിന്നെയാണ് സൺസ്ക്രീൻ. ഇതെൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ്, ഡീകൺസ്ട്രക്ട്. ഇതെൻ്റെ 3rd ട്യൂബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. അത് ഭയങ്കര അഫോർഡബിളാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. വൈറ്റ് കാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ വരും, പക്ഷെ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ തന്നെ കൂടും. എനിക്കില്ലേ, ഞാൻ ആദ്യം യൂസ് ചെയ്ത സൺസ്ക്രീൻ എന്താണെന്ന് വെച്ചാൽ ലോട്ടസിൻ്റെയാണ്. പക്ഷെ എൻ്റെ പൊന്നോ, പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും വിയേർഡായിട്ടുള്ള സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തില്ല വെച്ച്. ഭയങ്കര ഇങ്ങനെ സ്കിന്നിൽ നിന്ന് ഇങ്ങനെ പീൽ ഓഫ് ആയിട്ട് വരും ആ ഒരു ലോട്ടസ് സൺസ്ക്രീൻ. അതുകൊണ്ട് ഞാനത് നിർത്തി. എന്നിട്ട് ഞാൻ പിന്നെ വാങ്ങിയതാണ്, പിന്നെ വാങ്ങി ഡോക്കിൻ്റെ സൺസ്ക്രീനാണ്. അത് ഭയങ്കര ഗ്രീസി, മീൻസ് ഭയങ്കര ഗ്രീസി. അതുകൊണ്ട് അതും ഞാൻ നിർത്തി. പിന്നെ വാങ്ങിയതാണ്, പിന്നെ എന്തോ ഒരു ആഡ് കണ്ടിട്ട് വാങ്ങിയതാണ്, ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറി. പിന്നെ ഓയിലി സ്കിൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്തു. സ്കാർസൊക്കെയുള്ള ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കൺസീലർ. ഇത് ഒരിക്കലും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഈ ചെറുതായിട്ട് ഈ പിമ്പിൾസ് കണ്ട, ഇപ്പോഴും പിമ്പിൾസ് വന്നിട്ടുണ്ട, അതിൻ്റെ പിമ്പിൾസിൻ്റെ മേളിലിടൂല, എന്നാലും സ്കാർസില്ല, ഇത് ഇവിടെ കണ്ട അവിടെ ഇട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് ലിപ് ലൈനറാണ്, മാർസിൻ്റെ. ഷെയ്ഡ് വന്നിട്ട് സ്കാൻഡലസ് ബ്രൗൺ ആണ്. പിന്നെ എഡ്ജ് ഓഫ് ഡിസയറിലെ കാറ്റഗറിയിൽ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ലിപ് ബാം. ഇത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ലിപ്പ് ഡ്രൈ ആവില്ല. ഈ ലിപ് ലൈനർ ഇടൂലേ, അപ്പം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഒന്ന് ലിപ് ലൈനർ ഒന്ന് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പില്ലേ, ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. എനിക്ക് ചെയ്തതിൽ വെച്ച് എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ളൊരു ഹാക്കാണത്. ഉള്ളിൽ ഫില്ല് ചെയ്യണം, ഉണ്ടോ? എന്നിട്ട് വേണം ലിപ്സ്റ്റിക്ക് ഇടാൻ. ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ്സ് ആണിത്. സ്റ്റേജിൻ്റെ 929 ഷെയ്ഡ് 02 ആംപ്രിഡി. ഞാൻ ഷെയ്ഡാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ ലിപ് ഗ്ലോസ് ഞാനിപ്പോൾ ഇടും കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം ഇതിൻ്റെ ലിപ് ഗ്ലോസ് ഇടാൻ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബ്ലഷ് ഇടാം. ബ്ലഷ് ഒന്നും പറയാൻ പറ്റില്ല, ഇതൊരു ലിപ്സ്റ്റിക്കാണ്. ഞാനത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഇത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഞാനിതങ്ങനെ ലിപ്പിൽ യൂസ് ചെയ്യാറില്ല. ഞാനത് ബ്ലഷ് ആയിട്ട് ഇടണം. ഞാനിങ്ങനെ ഈ കോളേജിൽ സ്കൂളിലൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീ ഓരോരുത്തരിടുന്ന കാണുമ്പോൾ അതിൻ്റെ അടി തന്നെ കമൻറ്റ് കാണാറുണ്ട്, ഞങ്ങളൊക്കെ പണ്ട് കൺമഷിയും പൗഡറും മാത്രമേ ഇട്ടേ പോവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കൺമഷി പോയിട്ട് പൗഡർ ഇടാം, ഒരു കമ്മൽ പോലും ഇടാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇത് നമുക്ക് ലിപ് ഗ്ലോസ് ഇടാം. ലിപ് ഗ്ലോസ് ഇടുമ്പോഴേ നമ്മുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഡാർക്ക്നെസ് നല്ലോണം കൂടും. മീൻസ് ഒരു നല്ല രസമാണ്. നിങ്ങൾ ഈ സ്റ്റേജിൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമാവും ഈ ഒരു ലിപ്സ്റ്റിക്ക്. ലാസ്റ്റ് വരുന്നതാണ് പൗഡർ. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ പൗഡർ യൂസ് ചെയ്യും. കാരണം കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും ഹൈലൈറ്റർ പോലെ മുഖമാകും, അതുകൊണ്ടാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇത്രേ ഉള്ളൂ. കണ്ണൊന്നും എഴുതാറില്ല, കാരണം കണ്ണെഴുതാറില്ല. എന്തിനാ വെറുതെ ഈ കണ്ണൊക്കെ എഴുതിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കണ്ണ് എഴുതിയത് കളയാൻ വേണ്ടി പിന്നെ നോക്കണം. അപ്പം അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ കോളേജ് മേക്കപ്പ്. അപ്പം നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ മേക്കപ്പൊക്കെ ചെയ്യുന്നത് കോളേജിലൊക്കെ പോകുമ്പോൾ? അല്ലെങ്കിൽ ജസ്റ്റ് പൗഡർ ഇട്ട് മാത്രം പോകാറുള്ളൂ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ ഇതിനെ മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, സൺസ്ക്രീൻ, അതൊക്കെ സൺസ്ക്രീൻ. ചിലവർ പറയും സൺസ്ക്രീന് എന്താണ് മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോൾ അത് മേക്കപ്പാണെന്ന്. ബട്ട് ആക്ച്വലി അതൊരു മേക്കപ്പേ അല്ല. മേക്കപ്പ് എന്ന് പറയുമ്പോഴും ഫൗണ്ടേഷൻ, പ്രൈമർ, കോണ്ടോർ, ഹൈലൈറ്റർ ഇതൊക്കെ ഇടുമ്പോഴാണ് കംപ്ലീറ്റ് മേക്കപ്പ് ആവുന്നത്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ ഫേസ് ഒന്ന് ഉണർന്നിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ലിപ്സ്റ്റിക്ക്, ബ്ലഷ് ഇതൊക്കെ ഇടുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചാനലിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വീഡിയോ ആയിട്ടായിരിക്കും ഇത് വരിക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.